MSJ സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപക പിതാവ് ദൈവദാസൻ ജോസഫ് പഞ്ഞിക്കാരനച്ചനെ ധന്യൻ പദവിയിലേക്ക് ഉയർത്തിയതിന്റെ കോതമംഗലം രൂപതാതല ആഘോഷങ്ങളുടെ ഭാഗമായി കൃതജ്ഞതാബലിയും പൊതുസമ്മേളനവും നടത്തി. സമ്മേളനം ഇടുക്കി രൂപതാ ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം രൂപതാ ബിഷപ്പ് മാർ ജോർജ് മഠത്തിക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രലിൽ നടന്ന കൃതജ്ഞതാ ബലിയിൽ രൂപതാ ബിഷപ്പ് മാർ ജോർജ് മഠത്തിക്കണ്ടത്തിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു. മുൻ രൂപതാ അധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കോട്ടിൽ, ഇടുക്കി രൂപതാ ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ, വികാരി ജനറൽമാരായ പയസ് മലക്കണ്ടത്തിൽ, വിൻസെന്റ് നെടുങ്ങാട്ട് എന്നിവരും വിവിധ രൂപതകളിൽ നിന്നും സന്യാസ സഭകളിൽ നിന്നുമായി എത്തിയ 100ഓളം വൈദികരും സഹകാർമ്മികരായിരുന്നു. തുടർന്ന് കത്തീഡ്രലിലെ മാർ മാത്യൂസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ഇടുക്കി രൂപതാ ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. 26 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് പോയ വലിയ വ്യക്തിത്വമാണ്. 1949 അദ്ദേഹത്തെക്കുറിച്ചുള്ള ദീപ്തമായ കണ്ടിട്ടുള്ള ഓർമ്മകൾ ഒരുപക്ഷെ പുന്നപ്പള്ളി പിതാവ് പറയുമെന്ന് ഞാൻ കരുതിയിരുന്നു. കാരണം പുന്നപ്പള്ളി പിതാവിന് നവതി ആയതുകൊണ്ട് ഓർക്കാൻ സാധ്യതയുണ്ട്. പിതാവ് കണ്ട കാര്യം പറയാത്തതുകൊണ്ട് നിങ്ങളും കണ്ടിട്ടില്ല എന്നാണ് ഞാൻ പൊതുവെ കരുതുന്നത്. കോതമംഗലം രൂപതാ ബിഷപ്പ് മാർ ജോർജ് മഠത്തിക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. സമുദായ ശാക്തീകരണ വർഷം ഉദ്ഘാടനം ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ നിർവഹിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, ആന്റണി ജോൺ MLA, CMI മൂവാറ്റുപുഴ കാർമൽ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ റവറൻ ഡോക്ടർ മാത്യു മഞ്ഞക്കുന്നേൽ, SABS വികാർ പ്രൊവിൻഷ്യൽ സിസ്റ്റർ ഡോക്ടർ തെരേസ നടുപ്പറവിൽ, കോതമംഗലം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു, മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി, ധന്യന്റെ കുടുംബ പ്രതിനിധി ജോവാക്കിം ജേക്കബ് പഞ്ഞിക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. സാമുദായിക ശാക്തീകരണ വർഷം പ്രമേയം റവറൻ ഡോക്ടർ ആന്റണി പുത്തൻകുളം അവതരിപ്പിച്ചു. സമ്മേളനത്തിൽ ഭവനരഹിതരായ 17 പേർക്ക് വീട് വയ്ക്കുന്നതിനുള്ള സ്ഥലത്തിന്റെ പ്രമാണം MSJ തങ്കളം സെന്റ് ജോസഫ് പ്രൊവിൻഷ്യലിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ അഭയ MSJ കൈമാറി. രൂപത വികാരി ജനറൽ മോൺ പയസ് മലക്കണ്ടത്തിൽ സ്വാഗതം ആശംസിച്ചു. മദർ മെറീന MSJ നന്ദി പ്രകാശിപ്പിച്ചു. MSJ സിസ്റ്റേഴ്സ് ആലപിച്ച പ്രാർത്ഥനാ ഗീതത്തോടെയായിരുന്നു സമ്മേളനം ആരംഭിച്ചത്. സീറോ മലബാർ ഗീതത്തോടുകൂടി സമ്മേളനത്തിന് സമാപനമായി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.